എന്തുകൊണ്ടാണ് എനിക്ക് എപ്പോഴും സ്ട്രെസ് തോന്നുന്നത്? ഓവർ തിങ്കിങ് ഇതായിട്ട് കണക്റ്റഡ് തന്നെയാണ്. സ്ട്രെസ്സിൽ നിന്ന് കണക്റ്റഡ് ആണ്. ഷോക്ക് അല്ലെങ്കിൽ ട്രോമ ഇത് ഈ രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഉപബോധ മനസ്സിലാണ്. ഇതിന്റെ മുകളിൽ നമുക്കൊരു കൺട്രോൾ ഉണ്ടാവില്ല. നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ നടക്കില്ല. കാരണം ബോധ മനസ്സിലല്ല ഇതിലുള്ള ഇതിന്റെ വേരുകളൊക്കെ നമുക്ക് തീരെ നിയന്ത്രണമില്ലാത്ത ഉപബോധ മനസ്സിന്റെ ആളുകളില്ല. ഇത് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഉറക്കക്കുറവിന്റെയും കാരണം. ഉറക്കക്കുറവിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് തോട്ട്സ് വരുന്നതാണ് രാത്രി സമയത്ത്. ഉറക്കിലാണ് നമ്മുടെ എല്ലാ റിപ്പയറിങ്ങും നടക്കുന്നത്. ബോഡിയുടെ എല്ലാ ഓർഗൻസും റിപ്പയറിങ്, ഈവൻ തലച്ചോറ് ഇതെല്ലാം ക്ലീൻ ചെയ്യപ്പെടുന്നത്, റീകണ്ടീഷൻ ചെയ്യപ്പെടുന്നത് സർവീസിന് കയറ്റിയാണ്. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ ഓർഗൻസിൻ്റെ റിപ്പയറിങ് നടക്കാത്തൊരവസ്ഥ വരും. കുറേ കാലം കഴിഞ്ഞാൽ ഇതൊക്കെ ഡാമേജ് ചെയ്യാൻ തുടങ്ങും. അവരൊക്കെ രാത്രി ഉറങ്ങാതിരുന്ന ഇപ്പോൾ വീഡിയോ കോളിങ് അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഉറക്കം ഒരു 2 മണി 4 മണി ആ ഒരു സമയം അങ്ങനെ ഉറങ്ങുന്ന ആളുകൾ ഒരുപാട് നമ്മുടെ ചുറ്റിനുമുണ്ട്. പണി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്, അത് സംശയം വേണം. ഇതിലെന്ത് കാര്യം എന്നുള്ള രീതിയിൽ രാത്രിയത്തെ ഉറക്കം ഒഴിവാക്കിയിട്ട് പകലുറങ്ങുന്ന ആൾക്കാരുണ്ട്. അതിൽ വലിയൊരു കാര്യമൊന്നുമില്ല. അവർക്ക് ഈ മാനസിക രോഗം അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. സർ, ആസ് എ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്വാണ്ടം ഹീലർ എന്ന നിലയിൽ ഇപ്പോൾ സാധാരണപ്പെട്ട ആളുകൾക്ക് എപ്പോഴും ഒരുപാട് സംശയങ്ങളുണ്ടാകും. അതിലെ ചില സംശയങ്ങൾ ഞാൻ ചോദിക്കാം. എന്തുകൊണ്ടാണ് എനിക്ക് എപ്പോഴും സ്ട്രെസ് തോന്നുന്നത്? അപ്പോൾ അത് പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു സംശയമാണ്. എന്തുകൊണ്ടാണ് അവർക്ക് എപ്പോഴും സ്ട്രെസ്സ് അനുഭവപ്പെടുന്നത്? ഇപ്പോൾ ജോലി ചെയ്യുമ്പോൾ മുഴുവൻ ഒരു സ്ട്രെസ്ഡായിരിക്കും. അതെന്തുകൊണ്ടാണ്? അത് പലരും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നൊരു ചോദ്യം ആണിത്. അവർക്ക് പലരും എന്നോട് പറയാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എന്നോട് സംസാരിച്ചു വരില്ല, നല്ല രീതിയിൽ ജീവിക്കുന്നവർ, ഫാമിലിയിൽ പ്രശ്നങ്ങളില്ല, തൊഴിലിൽ പ്രശ്നമൊന്നുമില്ല. ഇന്നലെ തന്നെ ഓസ്ട്രേലിയ എന്നുള്ള ഒരാളെ ഞാൻ ഹീൽ ചെയ്തിരുന്നു. ക്വാണ്ടം ഹീലിംഗ് ചെയ്ത സമയത്ത് അയാൾ എന്നോട് ചോദിച്ച ചോദ്യം ഇതേ ചോദ്യം തന്നെയാണ്. അയാൾക്ക് സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ വരുമാനമുള്ള ആളാണ്. ഹസ്ബൻഡിന് വൈഫിന് വരുമാനമുണ്ട്. ഫാമിലിയിൽ ഒരു ഇഷ്യൂസും ഇല്ല. പക്ഷേ അയാൾ സ്ട്രെസ്സിലാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് 1-2 വർഷങ്ങളായിട്ട് നല്ല സ്ട്രെസ്സിലാണ്, നല്ലവണ്ണം ആങ്സൈറ്റി ഇട്ട്. ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതിന് ഒരൊറ്റ വിശദീകരണമേ ഉള്ളൂ. ഇൻറ്റേർണലായിട്ടുള്ള സ്ട്രെസ്സ് നമുക്ക് അങ്ങനെ വിലയിരുത്താൻ കഴിയില്ല. പുറത്തൊരു ഇഷ്യൂ ഇല്ല, പിന്നെ എങ്ങനെയാണ് സ്ട്രെസ്സ് വരുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഈ ഉള്ളിൽ നിന്ന് വരുന്നതിൻ്റെ കാരണം പല കാരണങ്ങളുണ്ടാവും. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ തന്നെ ചെറുപ്പം മുതലുള്ള എന്തെങ്കിലും ഷോക്ക്, ട്രോമ തുടങ്ങിയ കാര്യങ്ങൾ ഒരു പ്രത്യേക സമയത്ത് ട്രിഗർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് സ്ട്രെസ്സ് വരും. ഒന്നത്. 2, ട്രാൻസ്ജനറേഷൻ പാരമ്പര്യമായിട്ട് വരുന്നത്. നമ്മുടെ ഏതെങ്കിലും ഒരു അച്ഛൻ, അമ്മ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ അവിടെ എവിടെയെങ്കിലും കിടക്കുന്ന ഒരു സംഭവം നമുക്ക് കിട്ടിക്കൂടാ എന്നില്ല. അതോ ആ രീതിയിലും വരാം. അപ്പോൾ ഇതൊക്കെ ഉപബോധ മനസ്സിൽ വളരെ വലിയ ഷോക്കുകളായിട്ട് ചെറുപ്പം മുതലുള്ള പല അനുഭവങ്ങളും കിടക്കുന്നുണ്ടാകും. കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വളരെ തിൻ ഫിലിം പോലെയാണ് ഈ ബോധം കിടക്കുന്നത്. ഇത് പെട്ടെന്ന് ഇതിലൊരു ബ്രേക്ക് വരാൻ വളരെ എളുപ്പം കഴിയും. ഇത് നമ്മൾ വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പ്രയാസം തന്നെയാണ്. പിന്നെ അല്ലാതെയുള്ള സ്ട്രെസ്സ് എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സ് തന്നെയാണ്. ജോലിയിൽ അനുഭവിക്കുന്ന സ്ട്രെസ്സ്, ഫാമിലിയിൽ അനുഭവിക്കുന്ന സ്ട്രെസ്സ്, അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ അനുഭവിക്കുന്ന സ്ട്രെസ്സ്, പിന്നെ ഫിസിക്കലായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാവും. നമുക്ക് പല ന്യൂട്രീഷ്യൻസിൻ്റെ പോരായ്മ കൊണ്ട്, വൈറ്റമിൻ ഡിയുടെ കുറവ്, മെഗ്നീഷ്യം, ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് ശാരീരികമായിട്ടും നമുക്ക് ചില പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് സ്ട്രെസ്സ് ഉത്ഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 3 കാരണങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഇൻറ്റേർണലായിട്ടുള്ള സ്ട്രെസ്സ് എന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പം മുതലുള്ള ഏതെങ്കിലും അനുഭവങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഈവൻ പാരമ്പര്യത്തിൽ നിന്നോ നമുക്ക് കിട്ടിയ സംഭവം. അതാണ് ഏറ്റവും പ്രയാസം ഹീൽ ചെയ്യാൻ. 2ാമത് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാവുന്നത്. ജീവിത സാഹചര്യം, തൊഴിൽ, സാമ്പത്തിക പ്രശ്നം, ബുദ്ധിമുട്ട്, ബ്ലോക്കുകൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നത്. അത് അവർക്ക് അറിയാം, അവരിപ്പോൾ അത് അനുഭവിക്കുന്നുണ്ട് ആ പ്രശ്നം എന്താണെന്നുള്ളത്. അപ്പോൾ ആ പ്രശ്നത്തെ മറികടന്നാൽ തന്നെ ഇവർക്ക് ചിലപ്പം ആ സ്ട്രെസ്സിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. 3ാമതെന്ന് പറയുന്നത് നമ്മൾ ശാരീരികമായിട്ടുള്ള ചില പോരായ്മകളിൽ നിന്ന്, ഡെഫിഷ്യൻസിയിൽ നിന്ന്, ന്യൂട്രീഷ്യൽ ഡെഫിഷ്യൻസിയിൽ നിന്നൊക്കെ വരുന്ന പിന്നെ സ്ട്രെസ്. പിന്നെ അതേപോലെ മറ്റൊരു ചോദ്യമാണ് ഓവർ തിങ്കിങ് എങ്ങനെ നിർത്താം? അത് വലിയൊരു ചോദ്യമാണ്. അതെ, ഓവർ തിങ്കിങ് ഇതായിട്ട് കണക്റ്റഡ് തന്നെയാണ്. സ്ട്രെസ്സിൽ നിന്ന് കണക്റ്റഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഓവർ തിങ്കിങ് അതൊരു പാറ്റേണാണ്. നമ്മൾ ഇന്നലെ ചിന്തിച്ച പോലെ തന്നെയാണ് ഏകദേശം 80% 90% ചിന്തകളും ഇന്നും അതേ ചിന്തകൾ തന്നെയാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഒരു 60,000-70,000 തോട്ട്സ് വരുന്നതാണ് സയൻസിൻ്റെ കണക്ക്. അത് മിക്കവാറും റിപ്പീറ്റഡ് ആണ്. അപ്പോൾ ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും രീതിയിലൊരു ഷോക്ക് അല്ലെങ്കിൽ ട്രോമ ഇത് ഈ രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള
തോട്ട്സ് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. ഉപബോധ മനസ്സിനാണ് ഇതിൻ്റെ മുകളിൽ നമുക്കൊരു കൺട്രോളും ഉണ്ടാവില്ല. നമുക്ക് കൺട്രോൾ ഉള്ളത് ബോധ മനസ്സിൽ മാത്രമാണ്. നമ്മൾ ഈ ബോധ മനസ്സിൽ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഒരു പരിധി വരെ, അതും ഒരു പരിധി വരെ മാത്രമേ നമുക്ക് അതിൻ്റെ മുകളിൽ കൺട്രോൾ ഉണ്ടാവും. നമ്മൾ പെരുമാറ്റത്തിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ ബോധപൂർവം വരുത്താൻ കഴിയും. അത് നമുക്ക് പക്ഷേ ഫാമിലിയിൽ പോയി കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല. കാരണം പിന്നെ അവിടെ നമ്മൾ കൺട്രോൾ ചെയ്യാനുള്ള ശ്രമമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ആരാണോ നമ്മൾ അത് തന്നെയാണ്. അപ്പോൾ അവിടെ മിക്കവാറും നമ്മുടെ ശരിക്കുള്ള സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട രീതിയിലുള്ള പെരുമാറ്റമാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അവിടെ വരുന്നതാണ് ഈ തോട്ട്സൊക്കെ ആ രീതിയാണ്. ഇത് ഓൾറെഡി ആ റെക്കോർഡഡാണ്, ഒരു കണ്ടീഷൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് ബോധ മനസ്സുകൊണ്ട് കൺട്രോൾ വരുത്താൻ കഴിയില്ല. ഉപബോധ മനസ്സാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഉപബോധ മനസ്സിൻ്റെ മുകളിൽ ബോധ മനസ്സിന് കൺട്രോൾ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ കൺട്രോൾ ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കും ഇതിനെ നിർത്താമെന്ന്. നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ചോദ്യചിഹ്നമാകുന്നത് ബോധ മനസ്സുകൊണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ മാറ്റം വരുത്താനോ ഉള്ള സാധ്യതകൾ വളരെ കുറവാണ്. നമുക്ക് സ്ട്രെസ് ഉണ്ട്, നമുക്ക് ബോധ മനസ്സുകൊണ്ട് ശരി ഇനി സ്ട്രെസ് ഇല്ലാതെ ജീവിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. എനിക്ക് കുറച്ച് ഡിപ്രഷൻ ഉണ്ട്, നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്, ശരി നാളെ മുതൽക്ക് ഞാൻ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ നടക്കില്ല. കാരണം ബോധ മനസ്സിലല്ല ഇതുള്ളത്. ഇതിൻ്റെ വേരുകളൊക്കെ നമുക്ക് തീരെ നിയന്ത്രണമില്ലാത്ത ഉപബോധ മനസ്സിൻ്റെ ആഴങ്ങളിലാണ്. അപ്പം അവിടുന്ന് വരുന്ന ഒരു കാര്യത്തിൽ നമുക്ക് ബോധ മനസ്സുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ നിവൃത്തിയുള്ളൂ. ഇത് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഉറക്കക്കുറവിൻ്റെയും കാരണം. ഉറക്കക്കുറവിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് തോട്ട്സ് വരുന്നതാണ് രാത്രി സമയത്ത്. ഈ തോട്ട്സ് വരുന്ന സമയത്ത് ആ തോട്ട്സിൻ്റെ ഒഴുക്കിൽ, ആ ഫ്ലഡിൽ നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്നതാണ് മിക്കവാറും. ഈ ഉറക്കവും നമ്മുടെ ബോഡിയിലെ എനർജിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉറക്ക് ശാരീരികമായിട്ടുള്ള ഒരു കെമിക്കൽ വർക്കാണ്. ഇതിനെ പലരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. ഉറക്കം അത്ര വലിയൊരു സംഭവമല്ല. ഉറക്കം ഏറ്റവും വലിയൊരു സംഭവമാണ്. ഉറക്ക് നന്നായി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും, അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തും ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ, കാരണം അത് വളരെ സിമ്പിളാണ് മനസ്സിലാക്കാൻ. ഉറക്കിലാണ് നമ്മുടെ എല്ലാ റിപ്പയറിങ്ങും നടക്കുന്നത്. ബോഡിയുടെ എല്ലാ ഓർഗൻസും റിപ്പയറിങ്, ഈവൻ തലച്ചോറിൻ്റെ അടക്കം ക്ലീനിങ്. കാരണം കുറേ മാലിന്യങ്ങളുണ്ടാകും നമ്മളെ പ്രവർത്തനത്തിൽ, കുറേ മാലിന്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഇതെല്ലാം ക്ലീൻ ചെയ്യപ്പെടുന്നത്, റീകണ്ടീഷൻ ചെയ്യപ്പെടുന്നത് സർവീസിന് കയറ്റുകയാണ്. നമ്മുടെ വണ്ടി സർവീസിന് കയറ്റുന്ന പോലെ നമ്മുടെ ബോഡി പിന്നെ എല്ലാ രാത്രിയും സർവീസിന് കയറ്റുന്നുണ്ട്. എന്നിട്ട് കണ്ടീഷൻഡ് ആക്കിയിട്ട് പിറ്റേന്ന് രാവിലെ പുറത്ത് വിടുകയും ചെയ്യുന്നു. ഇതിനെ ഈ പ്രോസസ്സ് അവിടെ ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ ഓർഗൻസിൻ്റെയും റിപ്പയറിങ് നടക്കാത്തൊരവസ്ഥ വരും. കുറേ കാലം കഴിഞ്ഞാൽ ഇതൊക്കെ ഡാമേജ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഉറക്ക് പ്രോപ്പറായിട്ടില്ലെങ്കിൽ നമ്മുടെ ഓരോ ഓർഗൻസിൻ്റെയും റിപ്പയറിനെ അത് ബാധിക്കും. റിപ്പയറിനെ ബാധിച്ചാൽ സ്വാഭാവികമായിട്ട് കുറച്ച് കഴിഞ്ഞാൽ അതിൽ ഡാമേജ് വരും, അസുഖങ്ങളുണ്ടാവും. അപ്പോൾ ഇത് വലിയൊരു ഇഷ്യൂ ആണ്. ഇപ്പോൾ ഫിസിക്കൽ ഹെൽത്തിൽ ഏറ്റവും ആൾക്കാർ സഫർ ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട കാരണം നന്നായിട്ട് ഉറങ്ങാൻ പറ്റാത്തത് തന്നെയാണ്. പിന്നെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിറ്റേന്ന് രാവിലത്തെ നമ്മുടെ മൂഡ് വളരെ മോശമായിരിക്കും, വളരെ നെഗറ്റീവായിരിക്കും. അങ്ങനെ കുറച്ച് ദിവസം നമുക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഭ്രാന്തിൻ്റെ ഒരു അവസ്ഥയിൽ തന്നെയാണ്. ഈവൻ കുറച്ചുകൂടി ദിവസം നമ്മൾ ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഭ്രാന്തി തന്നെയാണ്. അപ്പോൾ ചില സുഹൃത്തുക്കളുണ്ട്, എൻ്റെ കൂടെയൊക്കെയുള്ള സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരൊക്കെ രാത്രി ഉറങ്ങാതിരുന്ന ഇപ്പോൾ വീഡിയോ കോളിങ് അല്ലെങ്കിൽ കാമുകിയുമായിട്ടൊക്കെ ചാറ്റിംഗ് ആയിരിക്കും. ഇപ്പോൾ രാത്രി 2 മണി 3 മണി ആ സമയത്തായിരിക്കും ഉറങ്ങുന്നത്. പിറ്റേന്ന് രാവിലെ ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എണീറ്റ് വീണ്ടും ജോലിക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഉറക്കം ഒരു 2 മണി 4 മണി ആ ഒരു സമയം അങ്ങനെ ഉറങ്ങുന്ന ആളുകൾ ഒരുപാട് നമ്മുടെ ചുറ്റിനുമുണ്ട്. അപ്പോൾ അവർക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? പണി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്, അതിൽ സംശയം വേണ്ട. കുറേ കാലം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർ എന്നെ സഫർ ചെയ്യാൻ തുടങ്ങും. അങ്ങനത്തെ ആൾക്കാരാണ് എൻ്റെ അടുത്തൊക്കെ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭൂരിപക്ഷം ആൾക്കാരും ഉറക്കിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ഇഷ്യൂസ് കാരണം തന്നെയാണ് വരുന്നത്. അവർക്ക് ഉറക്കം തന്നെയാണ് മെയിൻ, ഉറക്കില്ല എന്നുള്ളതാണ്. കാരണം കുറേ കാലം ഈ പറഞ്ഞ പോലെ ഇതിലെന്ത് കാര്യം എന്നുള്ള രീതിയിൽ രാത്രിയത്തെ ഉറക്കം ഒഴിവാക്കിയിട്ട് പകലുറങ്ങുന്ന ആൾക്കാരുണ്ട്. അതിൽ വലിയൊരു കാര്യമൊന്നുമില്ല. അവർക്ക് ഈ മാനസിക രോഗം അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചെറുപ്പക്കാരൊക്കെ ഇപ്പോൾ തന്നെ രാത്രി ഈ രീതിയിലുള്ള ചാറ്റ് അത് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ മെൻ്റൽ ഹെൽത്തിനെ, അവരുടെ ഫോക്കസിനെ, പഠിപ്പിനെ ഇതെല്ലാം ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. രാത്രി 10 മണി മുതൽ രാവിലെ 4 മണി വരെയുള്ള സമയമാണ് ഏറ്റവും നല്ലത്, ഉറങ്ങാനുള്ള ഏറ്റവും നല്ല ടൈം. അതിനെ പിന്നെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. 1000 മുകളിൽ 1000 മുകളിൽ കെമിക്കൽ വർക്ക്സ് നടക്കുന്നുണ്ട് നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ. എത്ര വലിയൊരു സംഭവമാണെന്ന് നോക്കണം. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് സഫർ ചെയ്യേണ്ടി വരും തീർച്ചയായിട്ടും. പിന്നെ അതേപോലെ മറ്റൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ജീവിതത്തിൽ പണം നിൽക്കാത്തത്, ഉം. കയ്യിൽ നിൽക്കാത്തത്? അപ്പോൾ പണത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കും കൂടുതൽ ആളുകൾക്ക്. മണി ബ്ലോക്ക് എന്ന് പറഞ്ഞിരുന്ന ഒരുപാട് ഹീലിംഗ് മൊഡാലിറ്റികൾ നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പണം കയ്യിൽ നിൽക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും? രണ്ട് രീതിയിലാണ്. ഒന്ന്, നമ്മുടെ സ്വഭാവത്തിൻ്റെ സവിശേഷതകൾ കൊണ്ട് നമുക്കതിൻ്റെ മുകളിൽ കൺട്രോളില്ല. നമുക്ക് കിട്ടുന്ന പണം സേവ് ചെയ്യാനോ കരുതലോട് കൂടി വെക്കാനുള്ള ഒരു സ്വഭാവത്തിൻ്റെതായ പ്രത്യേകത കൊണ്ട് ചില ആൾക്കാർക്ക് അത് പറ്റില്ല. ഓരോ ദിവസവും കിട്ടുന്ന പണം അന്നൊന്ന് തന്നെ ദൂർത്തടിക്കുന്ന ഒരുപാട് പേരെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് മണി ബ്ലോക്ക് ആണോ അതോ ഫിനാൻഷ്യൽ അവയർനെസ് ഇല്ലാത്തതാണ്? ഫിനാൻഷ്യൽ അവയർനെസ് ഇല്ലാത്തതും ബോധമില്ലാത്തതാണ്. മനസ്സിൻ്റെ മുകളിൽ ഒരു കൺട്രോൾ ഇല്ലാത്ത, ഇച്ഛാശക്തി ഇല്ല, ഇതൊക്കെയാണ്. ഒരു വിൽ പവർ അപ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. കൺട്രോൾ ചെയ്യണം എന്നൊക്കെ അവർക്ക് ആഗ്രഹിക്കുന്നുണ്ടാവും. ഒരു കാര്യത്തിലും കൺട്രോൾ ഇല്ല അവർക്ക്. അതിൽ സാമ്പത്തിക കാര്യത്തിൽ അവർക്ക് കൺട്രോൾ ഇല്ല. എന്തെങ്കിലും ജോലിയോ നല്ല ജോലിയൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. വരുമാനമുണ്ട്, വരുമാനമുള്ളത് മുഴുവൻ തന്നെ പൊടിച്ചു കളയുക എന്ന് പറയുന്ന ഒരു ശീലം അവർക്കുണ്ട്. അങ്ങനെ സഫർ ചെയ്യുന്നവർക്ക്. രണ്ടാമത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കർമ്മ സിദ്ധാന്തമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം നമ്മളതിനെ പറയാൻ. അതായത് പല രീതിയിലും നമുക്ക് ബ്ലോക്കുകൾ നമ്മുടെ കർമ്മയിലൂടെ വരുന്ന പോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിലും ബ്ലോക്കുകൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ സഫർ ചെയ്യും ലൈഫിൽ. അത് പൈസ കൊണ്ട് സഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സഫറിങ്സ് രണ്ട് രീതിയിലുണ്ട്. ഇപ്പോൾ ഒരുപാട് പണമുള്ളത് കൊണ്ട് സഫർ ചെയ്യുക. കാരണം ജീവിതത്തിൽ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മുടെ ലക്ഷ്യം. പണമുള്ള ആൾക്കാർക്ക് അത് എപ്പോഴും പറ്റണമെന്നില്ല. കാരണം ആ സമ്പത്ത് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സമ്പത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ പല രീതിയിൽ അതിനെ ബുദ്ധിമുട്ടും, നമ്മളെ സഫർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാർ നമ്മളോട് ആ രീതിയിൽ, ഇപ്പോൾ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ നല്ലവണ്ണം പൈസ ഉണ്ടെങ്കിൽ വൈഫിൻ്റെ ജീവിതത്തിനെ അത് സ്വാധീനിക്കുകയും ഒരു സന്തോഷത്തോടു കൂടിയുള്ള ജീവിതത്തിൽ പലപ്പോഴും അത് ഭംഗം വരികയും ചെയ്യും. കാരണം ഇത് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയാണ്. അത് ഇപ്പം മക്കൾ ഇപ്പം നല്ല വരുമാനമുള്ള നല്ല സാമ്പത്തുള്ള ഒരു വീട്ടിൽ കുട്ടികൾ അതിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അത്യാവശ്യം ഡിസിപ്ലിൻഡ് ആയിട്ട് ക്യാരക്ടറോട് കൂടി ക്വാളിറ്റിയിൽ അത്യാവശ്യം ഒരു വാല്യൂ ഒക്കെ ജീവിതത്തിൽ കൊണ്ടുവന്ന് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. അതിന് ഏറ്റവും വലിയ ത്രെറ്റായിട്ട് നിൽക്കുന്നത് വീട്ടിൽ ഒരുപാട് സമ്പത്തുണ്ടെങ്കിൽ നമ്മൾ കാണാറുണ്ടല്ലോ അങ്ങനത്തെ ഫാമിലിയിൽ തോന്നിയ പോലെ കുട്ടികൾ പെരുമാറുന്നത്, അവരുടെ കുട്ടികൾ അതൊക്കെ. അപ്പം അങ്ങനെ സഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇത് രണ്ട് രീതിയിൽ സഫർ ചെയ്യും. പണം ഇല്ലാത്തത് കൊണ്ട് സഫർ ചെയ്യും, പണം ഉള്ളത് കൊണ്ട് സഫർ ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കർമ്മയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ നിയന്ത്രണത്തിലുള്ളിടത്തോളം ഈ കർമ്മയിൽ മാറ്റങ്ങൾ വരുത്താം. ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും നമ്മുടെ ലൈഫിനെ. ഡിസൈനിങ് ദ ഡെസ്റ്റിനി എന്നുള്ള ടോപ്പിക് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒരുപാടൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഞാനിപ്പോൾ മുകേഷ് അംബാനിയാണെന്ന് വിചാരിച്ചാൽ എനിക്ക് മാറ്റമൊന്നും വരുത്താം, അങ്ങനെയൊന്നും എനിക്ക് മാറ്റാൻ കഴിയില്ല. പക്ഷേ ഒരുവിധം തരക്കേടില്ലാത്ത രീതിയിൽ അവർ സമൃദ്ധിയോടുകൂടിയും സാമ്പത്തിക സുരക്ഷിതത്തോടു കൂടിയും ജീവിക്കാനുള്ള എല്ലാ അവകാശവും കൺട്രോളും ഒരാൾക്കുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.